ഡിവൈഎഫ്ഐയുടെ 16ാം സംസ്ഥാന സമ്മേളനം കേരളത്തിൻ്റെ സാംസ്കാരിക നഗരിയായ തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയധികം ആവേശകരമായി ഒത്തുചേർന്ന് ഇന്നിതാ പ്രതിനിധി സമ്മേളനം അവസാനിച്ച് പൊതുസമ്മേളനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യം ചെറുപ്പത്തോടാവശ്യപ്പെടുന്നത് നിരന്തരം സമരസജ്ജമായി നിൽക്കാൻ വേണ്ടിയാണ്. പുതിയ കാലഘട്ടത്തിൻ്റെ സാധ്യതകളെയും വെല്ലുവിളികളെയും ഏറ്റെടുത്തുകൊണ്ട് ഏറ്റവും കരുത്താർന്ന യുവജന പ്രസ്ഥാനമായി നമ്മുടെ രാജ്യത്തെ ആകെ ചെറുപ്പത്തിൻ്റെ ശബ്ദമായി മാറാൻ കഴിയുന്ന യുവജന പ്രസ്ഥാനമായി മുന്നോട്ടു പോകാൻ ഇന്ധനം പകരുന്ന ചർച്ചകളും സംവാദങ്ങളും അഭിപ്രായങ്ങളും എല്ലാമാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളന വേദിയിൽ ഉയർന്നു വന്നത്. ആ ചർച്ചകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുത്ത ഭാവി പ്രവർത്തനത്തിലൂടെ ഏറ്റവും ശക്തമായ യുവജനങ്ങളുടെ ശബ്ദമായി ഡിവൈഎഫ്ഐ ഈ നാടിനകത്തുണ്ടാകും എന്ന ഉറപ്പാണ് ചരിത്രമുണർന്നിരിക്കുന്ന തൃശ്ശൂരിൻ്റെ നഗരത്തിൽ വച്ച് ഞങ്ങൾ ഡിവൈഎഫ്ഐക്ക് ഈ നാടിനോട് പറയാനുള്ളത്. തൃശ്ശൂരിന് ഒരുപാട് സവിശേഷതകളുണ്ട്. അതിലൊന്ന്, ലോകമാദരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് സഖാവ് EMS എന്ന വിദ്യാർത്ഥിയിലെ വിപ്ലവകാരിയെ രൂപപ്പെടുത്തിയെടുത്ത മണ്ണാണ് തൃശ്ശൂർ. തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിലെ ചരിത്ര ക്ലാസ്സിൽ നിന്നും ക്ലാസ് ഉപേക്ഷിച്ച് അദ്ദേഹം ദേശീയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൻ്റെ ഭാഗമായി പോയി. പിന്നീട് അദ്ദേഹത്തിൻ്റെ ചരിത്ര അധ്യാപകൻ ശ്രീ MP പോൾ കുറിക്കുന്നത്, എൻ്റെ പ്രിയങ്കരനായ ചരിത്ര വിദ്യാർത്ഥി ചരിത്ര ക്ലാസ് ഉപേക്ഷിച്ചു പോയത് ചരിത്രത്തെ തമസ്കരിക്കാനല്ല, മറിച്ച് ചരിത്രത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, നാളെയുടെ ചരിത്രം സൃഷ്ടിക്കേണ്ട സമര യൗവനമാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി തൃശ്ശൂരിൽ സംഗമിച്ചത്. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന നിരവധിയായിട്ടുള്ള വെല്ലുവിളികളുണ്ട്. തീവ്ര വർഗീയ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിയോ ഫാസിസ്റ്റ് സമീപനത്തോടുകൂടി ഈ രാജ്യത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന RSSന്റെ പിന്തിരിപ്പൻ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊഴിലില്ലായ്മ നിരക്ക് രാജ്യത്ത് ഏറ്റവും ഉയർന്ന നിലയിലേക്ക് എത്തി നിൽക്കുന്നു. അവിടെയാണ് പ്രിയപ്പെട്ടവരെ ഡിവൈഎഫ്ഐ ചോദിക്കുന്നത്, മോദിജി വേർ ഈസ് മൈ ജോബ്? അണ്ടർ എംപ്ലോയ്മെന്റ് ഇന്ന് രാജ്യത്തെ ഏറ്റവും വലിയ പ്രശ്നമായി നിൽക്കുന്നു. പഠിച്ച പഠനത്തിന് തുല്യമായ ജോലി നേടാൻ നമ്മുടെ ചെറുപ്പത്തിന് സാധിക്കുന്നില്ല. ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടിയ ചെറുപ്പം അവരുടെ പഠനത്തിനനുസൃതമായ തൊഴിൽ സമ്പാദിക്കാൻ കഴിയാതെ പ്രയാസപ്പെട്ട് കഴിയുന്ന ഏറ്റവും ദുഃഖകരമായ അനുഭവം രാജ്യത്ത് നിലനിൽക്കുകയാണ്. ഗിഗ് എക്കണോമി, ഗിഗ് വർക്കേഴ്സിന്റെ പ്രശ്നങ്ങൾ ഡിവൈഎഫ്ഐ വളരെ ഗൗരവമായി നോക്കിക്കാണുന്ന ഒന്നാണ്. കോർപ്പറേറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ചെറുപ്പം, IT ഫേമുകളിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന ചെറുപ്പം, അവർ നേരിടുന്ന ഏറ്റവും വലിയ മാനസിക സമ്മർദ്ദങ്ങൾ, വർക്ക് പ്രഷർ, രാജ്യത്തെ ചെറുപ്പം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നായി ഡിവൈഎഫ്ഐ മനസ്സിലാക്കുന്നു. അവിടെയാണ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പ്രസിഡന്റ്, രാജ്യസഭാ MP കൂടിയാണ്. അദ്ദേഹം രാജ്യസഭയിൽ റൈറ്റ് ടു ഡിസ്കണക്ട് എന്ന ആശയം മുമ്പോട്ട് വച്ച് അവതരിപ്പിക്കുന്നത്. ഡിവൈഎഫ്ഐ രാജ്യത്തെ ചെറുപ്പം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങൾക്കകത്തും ഇടപെടാൻ ശ്രമിക്കുന്ന സംഘടനയാണ്. നമ്മുടെ സേനയെ കരാർവൽക്കരിക്കാൻ വേണ്ടിയുള്ള സമീപനം നടത്തിയപ്പോൾ, അഗ്നിപഥ് എന്ന് പറഞ്ഞൊരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ അതിശക്തമായ പോരാട്ടത്തിന് നേതൃത്വം നൽകി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ രാജ്യം സമരസാന്ദ്രമാണ്. ആ സമരത്തിൻ്റെ ഒരു മുഖമാണ് ഇന്ന് നമുക്ക് മുമ്പിൽ ഈ സമ്മേളന വേദിയിലെത്തിയിരിക്കുന്ന കോമ്രേഡ് ഐഷി ഘോഷ്.
ഈ രാജ്യത്തിൻ്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ വിളിക്കുകയാണ്, നിങ്ങൾ കോക്രോച്ചുകളാണ്, പാരസൈറ്റുകളാണ്. അവിടെയാണ് വളരെ സർക്കാസ്റ്റിക്കായി ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമായി അഭിജിത് ദീപ്കെ എന്ന ചെറുപ്പക്കാരൻ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന മൂവ്മെൻറ്റിന് തുടക്കം കുറിക്കുന്നത്. മണിക്കൂറുകൾക്കകം മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാകുന്നു. ദിവസങ്ങൾക്കകം അത് രാജ്യത്തിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻറ്റായി മാറുന്നു. അതിലുയർത്തിയ മുദ്രാവാക്യങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. ഈ ഘട്ടത്തിൽ CJP ഉയർത്തിയ മുദ്രാവാക്യങ്ങളോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ട്. എത്രയോ നാളുകളായി SFIയും DYFIയും ഉയർത്തുന്ന ആശയങ്ങളോട് ചേർന്നു പോകുന്ന മുദ്രാവാക്യങ്ങളാണ് ഉയർത്തിയത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറഞ്ഞ് രാജ്യത്ത് എക്സാമിനേഷൻ നടത്തുന്ന വേദി നാഷണൽ ടോർച്ചറിംഗ് ഏജൻസിയായി മാറുന്നു. നമ്മുടെ വിദ്യാർത്ഥികളുടെ ജീവിതത്തെ, അവരുടെ ഭാവിയെ, അവരുടെ സ്വപ്നങ്ങളെ ഇല്ലാതാക്കുന്നു. ചോദ്യപേപ്പർ ചോർച്ച വലിയ വിഷയമായി ഉയർന്നു വരുന്നു. അവിടെയാണ് സോനം വാങ്ചുക്കും അഭിജിത് ദീപ്കയും സമരം ചെയ്യുമ്പോൾ ആ സമരത്തിനോടൊപ്പം ഈ വേദിയിലുള്ള കോമ്രേഡ് ഐഷി ഘോഷും SFIയുടെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് ആദർശം സജിയും കൂടെ ഇരുന്ന് സമരം ചെയ്യുന്നത്. അവിടേക്കാണ് DYFIയുടെ നേതൃത്വം എത്തുന്നത്. DYFIയുടെ നേതൃത്വം, SFI, ഇടതുപക്ഷ രാഷ്ട്രീയ യുവജന സംഘടനകൾ ആ സമരത്തിന് പിന്തുണ നൽകുന്നു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചേ അടങ്ങൂ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിക്കുന്നു. ഭഗത് സിംഗിന്റെ, അംബേദ്കറിന്റെ, മഹാത്മാഗാന്ധിയുടെ ലെഗസി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിനകത്തുയർന്നു വരുന്ന പോരാട്ടങ്ങൾക്ക്, ഈ രാജ്യത്തിനകത്തുയർന്നു വരുന്ന പ്രതിരോധങ്ങൾക്ക് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വർഗീയ അജണ്ട ഉയർത്തിപ്പിടിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിനെ വിറപ്പിക്കാൻ ശേഷിയുണ്ട് എന്ന് തെളിയിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. ഈ രാജ്യത്തിന്റെ ചെറുപ്പത്തിന് ഭയമില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ആ സമരത്തിന്റെ വിജയം. രാജ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഉറപ്പാക്കി ഇപ്പോഴും ഒടുങ്ങാത്ത പുതിയ സമരങ്ങൾ ഇന്ന് രാജ്യത്ത് ചെറുപ്പം, വിദ്യാർത്ഥികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സമരത്തിന് പുതിയ ഭാഷ രചിക്കുകയാണ്. ബാരിക്കേഡുകളിൽ പൂക്കൾ വെച്ച് നിറയ്ക്കുകയാണ്. അങ്ങനെ പുതിയ സമരങ്ങളും പോരാട്ടങ്ങളുമായി രാജ്യത്തിനകത്ത് ചെറുപ്പം നിൽക്കുമ്പോൾ അതിൻ്റെ നേതൃത്വമായി മാറുന്നൊരു പതാകയുണ്ട്. ആ പതാകയാണ് ഇന്നിവിടെ പാറിക്കളിക്കുന്ന പതാക. ഈ വെളുത്ത പതാക, അതിലെ ചുവന്ന നക്ഷത്രം, ആ ചുവന്ന നക്ഷത്രം വെറുതെ അങ്ങ് ചുവന്നതല്ല. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ വസന്തകാലം ഈ സംഘടനയ്ക്ക് വേണ്ടി നൽകി, സ്വന്തം ജീവൻ സംഘടനയ്ക്ക് വേണ്ടി നൽകി, ഈ സംഘടനയുടെ ജീവനായി മാറിയ നമ്മുടെ രക്തസാക്ഷികൾ ചുവപ്പിച്ചെടുത്തതാണ് ആ വെളുത്ത പതാകയിലെ ചുവന്ന നക്ഷത്രം. ആ രക്തസാക്ഷികളുടെ അമ്മമാരുടെ കണ്ണിലെ തിളക്കമുണ്ടല്ലോ, ആ തിളക്കമാണ് പ്രിയപ്പെട്ടവരെ ഈ സംഘടനയിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രവർത്തകരെയും രാജ്യത്തും ഉയർന്നു വരുന്ന അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിന് ധൈര്യം പകർന്ന് നമ്മെ സമരഭൂമിയിൽ മുമ്പോട്ട് നയിക്കുന്നത്.